മൂട്ടിൽ തീപിടിച്ചു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ആദർശം ഉറക്കെ പറയണമെന്ന് തോന്നിയത്. പാളയത്തിൽ പട തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർക്കെതിരെ പട നയിക്കാൻ നിങ്ങൾ മറന്നുപോയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. EK വിഭാഗം സംസ്ഥയിലെ ഷജറകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും സത്താർ പന്തല്ലൂർ സാഹിബിനെ പോലെയുള്ള ചില ആളുകളും ആദർശ സമ്മേളനങ്ങളുടെ തിരക്കിലാണ്. ഇവരുടെ ഇപ്പോഴത്തെ ആദർശ സമ്മേളനങ്ങളുടെ ആവേശം കണ്ടാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആകാശത്തു നിന്ന് പൊട്ടി വീണതാണ് എന്ന് തോന്നിപ്പോകും. അതിനെക്കുറിച്ച് പറയാം. ആദ്യം തൃശ്ശൂർ ജില്ലാ ആദർശ സമ്മേളനത്തിൽ 2 ദിവസം മുമ്പ് സത്താർ സാഹിബ് കാര്യമായി എന്തോ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ലഭിച്ചു എന്ന് പറയപ്പെടുന്ന മഹാനവറുകളുടെ ആത്മകഥ പുറത്തിറങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അത് തിരുകേശമാണെങ്കിൽ, അത് ഷെയർ മുബാറക്കാണെങ്കിൽ, ആ ആത്മകഥ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അതായിരിക്കും. ആ പുസ്തകത്തിൽ അധ്യായം പോയിട്ട്, ഒരു പാരഗ്രാഫ് പോയിട്ട്, ഒരു വരി പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചില്ല. ഒരു വരി പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. എന്താണ് കാരണം? ഒന്നുകൂടെ ആവർത്തിക്കാം. അധ്യായം പോയിട്ട്, ഒരു പാരഗ്രാഫ് പോയിട്ട്, താങ്കൾ വായിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാന്തപുരത്തിൻ്റെ വിശ്വാസപൂർവം എന്ന ആത്മകഥ വൻ വിപ്ലവം സൃഷ്ടിച്ച് പുറത്തിറങ്ങിയപ്പോൾ അതൊന്നും മുഴുവനായിട്ട്, അല്ലെങ്കിൽ തുടക്കവും അവസാനവുമെങ്കിലും ഭാഗികമായിട്ട് പോലും വായിക്കാത്ത ചില അല്പന്മാരാരോപിച്ച ഒരു ആരോപണം തന്നെയാണ് ഇവിടെ താങ്കളും ഏറ്റുപിടിച്ചിരിക്കുന്നത്. താങ്കളുടെ സംസാരം കേട്ടാൽ തോന്നുക അത് മുഴുവനും വായിച്ച് വിലയിരുത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് എന്നാണ്. ഈ ഒരു വിഷയം ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ സമയത്ത് തന്നെ വിവാദമാക്കാൻ ശ്രമിച്ചവരൊക്കെയും പെട്ടെന്ന് പത്തിമടക്കിയത് ആ ആരോപണം പാളിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം ഉസ്താദിൻ്റെ ജനനം മുതൽ മർക്കസിൻ്റെ നിർമ്മാണം വരെ മാത്രം എത്തി നിൽക്കുന്ന 40 വർഷത്തെ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് ആരോപണം ഉന്നയിച്ചവർക്കൊക്കെ അന്നേ ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് നന്നായി കത്തിച്ചു നിർത്താമെന്ന് കരുതിയ ആ കനൽ അപ്പോൾ തന്നെ കെട്ടുപോയത്. ഇപ്പോൾ താങ്കളുടെയൊക്കെ മുഖ്യ എതിരാളിയായി മാറിയ കൂടത്തായി നാസർ ഫൈസിക്കും ഇപ്പോൾ താങ്കൾക്കുമാണ് ഇതൊരു മഹാസംഭവമാണ് എന്ന് തോന്നി തുടങ്ങിയത്. ആരോ നടത്തിയ ഒരു ആരോപണം ഏറ്റുപിടിക്കുന്നതിന് മുമ്പ് വസ്തുനിഷ്ഠമായി അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറയാനെങ്കിലും താങ്കൾ മുതിരേണ്ടിയിരുന്നു എന്നാണ് തോന്നുന്നത്. കടുത്ത കാന്തപുരം വിരുദ്ധതയൊക്കെ മറന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാനും ഐക്യപ്പെടാനും താങ്കൾ ഉൾപ്പെടുന്ന സമസ്തയിലെ പണ്ഡിതന്മാരും നേതാക്കളും ആലോചിച്ചിട്ടുണ്ട് എന്നതായിരുന്നു മനസ്സിലായിരുന്നത്. കാരണം ഇത്തരം വിദ്വേഷ പരാമർശങ്ങളുടെയൊക്കെ കാറ്റും കോളും കുറച്ചു കാലമായി തീരെ ഉണ്ടാവാറില്ലല്ലോ. അഹ്ലുസുന്നയുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, അതുറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ള ഷജറകളെ അനുകൂലിക്കുന്ന തരത്തിലാണ് എല്ലാ വിഭാഗം സുന്നികളും ഇപ്പോൾ നിലകൊള്ളുന്നത്. അതിനിടയ്ക്ക് എവിടെയൊക്കെയോ കാലിടറി പോകുന്നുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് പണ്ട് അണികളെ പിടിച്ചിരുത്തിയിരുന്ന കാന്തപുരം വിരോധം വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ആ പരിപ്പ് വേവാനുള്ള സാധ്യത തുലോം വിരളമാണ് സത്താർ സാഹിബ്. കാരണം സ്വന്തം അണികളിൽ തന്നെ 90% ആളുകൾക്കും അതിലൊക്കെ താല്പര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 89-ലെ പിളർപ്പിൻ്റെ പശ്ചാത്തലവും ചരിത്രവും ശരിയാം വിധം മനസ്സിലാക്കുകയും ആർക്കു മുന്നിലും അടിയറവ് വെക്കാത്ത ആദർശം, സമസ്തയുടെ സുന്ദരമായ ആദർശം ആരുടെ കയ്യിൽ ഭദ്രമാണ് എന്ന ബോധ്യവും ഇപ്പോൾ താങ്കളുടെ അണികൾ ഉൾപ്പെടെ എല്ലാവർക്കുമുണ്ട്. ഏതായാലും ഇത്രയൊക്കെ താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ചില കാര്യങ്ങൾ കൂടെ അങ്ങയെ ഓർമ്മപ്പെടുത്താം എന്ന് തോന്നുന്നു. നിങ്ങൾ എന്നു മുതലാണ് സത്താർ സാഹിബ് ആദർശ സമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങിയത്? എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ആദർശം ഉറക്കെ പറയേണ്ടതാണെന്ന ബോധ്യമുണ്ടായത്? ആദർശം മാനത്ത് വെക്കാനുള്ളതല്ല, അത് അമാനത്താണ് എന്ന് മുതലാണ് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത്? മതത്തെക്കാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിട്ടൂരങ്ങൾക്ക് വില കൽപ്പിക്കരുതെന്ന് എന്ന് മുതലാണ് നിങ്ങൾ തീരുമാനമെടുത്തത്? എന്നു മുതലാണ് നിങ്ങളങ്ങനെ ആലോചിച്ചു തുടങ്ങിയത്? കവലകൾ തോറും ആദർശ സമ്മേളനങ്ങൾ എന്ന പേരിൽ യോഗങ്ങൾ വിളിച്ച് സ്വന്തം അണികൾക്ക് ആദർശത്തിൻ്റെ അക്ഷരാഭ്യാസം പഠിപ്പിക്കേണ്ട, അവരെ പിടിച്ചു നിർത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? ഇതേ ആദർശ സമ്മേളനങ്ങളിൽ സൂര്യൻ അസ്തമിച്ചതിനു ശേഷം പറഞ്ഞ ആദർശം പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തിരുത്തി പറയുകയോ പറഞ്ഞതിൽ മാപ്പ് പറയുകയോ കാലി പിടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയല്ലേ സത്യത്തിൽ സത്താർ സാഹിബെ നിങ്ങളുടെ ഈ ആളുകൾക്കുള്ളത്? എല്ലാ ആദർശ സമ്മേളനങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഒരു കാലത്ത് കാന്തപുരം വിരോധം മാത്രം പല്ലവിയായി കൊണ്ട് നടന്നിരുന്ന സമ്മേളനങ്ങൾ ഫാത്തിഹ വിളിച്ച് സ്വലാത്ത് ചൊല്ലി പിരിയുന്നതിനിടയ്ക്കുള്ള സമയത്തിൽ 90% ഒരു വ്യക്തിയോടുള്ള, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടുള്ള വെറുപ്പും വിദ്വേഷവും മാത്രം ഛർദ്ദിച്ചിരുന്നിടത്ത് നിന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ സുന്ദരമായ ആദർശം അത് വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ കുളിര് കോരിയിരുന്നു. ആദർശ സമ്മേളനങ്ങളിൽ എവിടെയും പഴയ കാന്തപുരം വിരോധം കടന്നു വരാത്തതാണ് അതിൽ ഏറെ ശ്രദ്ധേയമായിരുന്നത്. പഴയതും പുതുമുഖങ്ങളുമായ യുവ പണ്ഡിതന്മാർ, നന്നായി ആദർശം പറയാനും ആദർശം സമർത്ഥിക്കാനും കഴിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങൾ. അതൊരു സത്യമാണ്.
അവർക്കൊന്നും അവസരം നൽകാതെ, അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ പ്രോത്സാഹിപ്പിക്കാതെ ഇപ്പോൾ തിരക്കിട്ട് ആദർശം പറയുന്നതിനിടയിൽ അത് നടന്ന മതിയിലെ സത്താർ സാഹിബെ. മറ്റുള്ളവരെ കയറി ചൊറിയേണ്ട വല്ല കാര്യവുമുണ്ടോ? ഏതായാലും ചൊറിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ചില കാര്യങ്ങൾ കൂടെ പറയാം എന്ന് തോന്നുന്നു. ആദർശ സമ്മേളനങ്ങളിൽ ഇടയ്ക്കിടെ പുട്ടിൽ തേങ്ങ എന്ന പോലെ സമസ്തയ്ക്ക് തെറ്റിയിട്ടില്ല, സമസ്തയ്ക്ക് അതിൻ്റെ തീരുമാനങ്ങളിൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്ന് താങ്കൾ കാച്ചിവിടുന്നത് കാണാറുണ്ട്. ഉള്ളത് പറയാമല്ലോ സത്താർ സാഹിബെ. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരി വരാറുണ്ട്. എന്ത് തെറ്റിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെ തെറ്റിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? സത്യം പറഞ്ഞാൽ എടുത്ത തീരുമാനങ്ങളിൽ പകുതിയിലധികവും തെറ്റിപ്പോയിട്ടില്ലേ സത്താർ സാഹിബെ? പലതിലും വാഫി വഫിയ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് പിടിക്കാൻ വന്നപ്പോൾ എൻ്റെ ബാപ്പ കോഴിക്കൂട്ടിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ് പോലീസിന് ബാപ്പയെ പിടിക്കാൻ അവസരമൊരുക്കിയ കുട്ടിയെയാണ് ഓർമ്മ വരുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി മുന്നിലിരിക്കുന്ന നിഷ്കളങ്കരായ അണികൾക്ക് പോലും ഒരുപക്ഷെ ചിരി വരുന്നുണ്ടാവും സത്താർ സാഹിബ്. കക്കാട് ത്വരീക്കത്ത്, ആലുന്തറ ത്വരീക്കത്ത് തുടങ്ങിയ വ്യാജ ത്വരീക്കത്തുകൾക്കെതിരെ AP വിഭാഗം കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ ആ പേരിൽ സംഘടന അകറ്റി നിർത്തിയവർക്ക് സ്വീകരണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു നിങ്ങൾ. പിന്നീട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ലേ? അവരെ തിരുത്തേണ്ടി വന്നിട്ടില്ലേ? ആലുവ ത്വരീക്കത്തിൽ നടപടിയെടുക്കാൻ വൈകി എത്രയോ പണ്ഡിതരും അല്ലാത്തവരുമായ അണികൾ താങ്കളുടെ സംഘടനാ കുടുംബത്തിൽ നിന്ന് അതിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മ വേണ്ടേ സത്താർ സാഹിബെ? ഒരു രാഷ്ട്രീയ പാർട്ടിയെ സേഫാക്കാൻ ഏതെല്ലാം നാറിയ കളികൾ നിങ്ങൾ മറുവിഭാഗം സുന്നികൾക്കെതിരെ കളിച്ചിട്ടുണ്ട്? എത്ര പേരുടെ ജോലി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? എത്ര പേരെ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്? എത്ര പേരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്? അക്കമിട്ട് പറയാൻ നിന്നാൽ സമയം മതിയാകില്ല സത്താർ സാഹിബെ. നിങ്ങളിപ്പോൾ പറഞ്ഞ ഷാറ മുബാറക്കിനെ കുറിച്ച് താങ്കൾ മുമ്പൊരിക്കൽ പറഞ്ഞത് AP വിഭാഗം മുഷാവറ കഴിഞ്ഞാൽ ചില അംഗങ്ങളൊക്കെ താങ്കളെ വിളിക്കാറുണ്ടെന്നും തീരുമാനങ്ങളൊക്കെ അറിയിക്കാറുണ്ടെന്നും അടുത്ത വർഷം മുതൽ ആ തിരികേശം പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം എന്നൊക്കെ കല്ലുവെച്ച നുണ പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടോ സത്താർ സാഹിബെ? ഇല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാകണം. കാലം താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കരുതി വെച്ച തിരുത്തലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 40 അംഗ പണ്ഡിത സഭയുടെ മുഷാവറയിലെ അടിപിടിയും തലപ്പാവ് തെറിപ്പിക്കലും തെറിവിളിയും ഇറങ്ങിപ്പോക്കും കൂടെ പറഞ്ഞ് ഒരിക്കൽ കൂടെ താങ്കൾ പറയുമോ സമസ്തയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന്? AP വിഭാഗം മുഷാവറയിലെ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു എന്ന് പറഞ്ഞ താങ്കൾക്ക് മുഷാവറ രഹസ്യം ചാനലിനെ വിളിച്ചു പറഞ്ഞ മുഷാവറ മെമ്പറെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? താങ്കൾ പ്രസംഗിച്ച സമയത്ത് അടുത്ത വർഷം മുതൽ മർക്കസിൽ തിരികേശ പ്രദർശനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ നിന്നിങ്ങോട്ടുള്ള എല്ലാ വർഷവും മുടങ്ങാതെ ആ ചടങ്ങ് മർക്കസിൽ നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ലക്ഷങ്ങൾ മുതൽ മുടക്കി നിങ്ങൾ പൂട്ടിക്കെട്ടാമെന്ന് വിചാരിച്ച നോളജ് സിറ്റിയെക്കുറിച്ച്, അതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെക്കുറിച്ച്, നോളജ് സിറ്റിയും അനുബന്ധ മസ്ജിദും അന്തസ്സായി ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ താല്പര്യമുണ്ട്. ലീഗുകാർ AP-ക്കാരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെതിരെ തിട്ടൂരം പാസാക്കിയിരുന്ന നിങ്ങൾക്ക് ഇന്ന് യഥേഷ്ടം അത്തരം പരിപാടികളിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? പട്ടിക്കാട് ജാമ്യ ലീഗ് സമ്മേളനമായി ഞങ്ങൾ വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് കരയേണ്ടി വന്നവർ അതേ നിങ്ങൾ തന്നെയല്ലേ സത്താർ സാഹിബെ? ഒരു കാലത്ത് ലീഗിനെ മാത്രം തലയിൽ കൊണ്ട് നടന്ന് അവസാനം പിണറായി കാലത്ത് കാറ്റു നോക്കി തൂറ്റാൻ നോക്കിയപ്പോൾ അരിവാൾ സുന്നി എന്ന് നിങ്ങളൊരു വിഭാഗത്തെ വിളിച്ചിരുന്ന പേര് ബൂമറാങ് പോലെ തിരിച്ചു വന്നത് നിങ്ങളുടെ തലയിലേക്കായിരുന്നില്ലേ സത്താർ സാഹിബെ? കാന്തപുരം കോടികൾ കട്ടു എന്ന് പറഞ്ഞ് നടന്ന് അവസാനം സർക്കാരിനെ വെട്ടിച്ച് കോടികൾ ശമ്പളം പറ്റിയ വാർത്ത വന്നത് നിങ്ങളിലൊരാളെക്കുറിച്ചായിരുന്നില്ലേ സത്താർ സാഹിബെ? മർക്കസും നോളജ് സിറ്റിയുമൊക്കെ നമുക്കുള്ളതാണ് എന്ന് അണികളോട് ആവേശത്തോടെ പറഞ്ഞ് അവസാനം പ്രസിദ്ധമായതും അല്ലാത്തതുമായ നിരവധി സ്ഥാപനങ്ങൾ കൈവിട്ടു പോയത് നിങ്ങൾക്ക് തന്നെയല്ലേ സത്താർ സാഹിബെ? MSR പോലെയുള്ള നിയമങ്ങൾ കർശനമാക്കി പാവപ്പെട്ട മദ്രസാധ്യാപകരെയും ഖത്തീബുമാരെയും പിരിച്ചുവിട്ട് അവസാനം ഞങ്ങൾ പിരിച്ചുവിട്ടേ എന്ന് പറഞ്ഞ് നിങ്ങളിൽ തന്നെ പലർക്കും കരയേണ്ടി വന്നിട്ടില്ലേ സത്താർ സാഹിബെ? പറഞ്ഞു തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു തീർക്കാനുള്ള സമയം മതിയാകില്ല എന്ന് മനസ്സിലാക്കി മാത്രം ചുരുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വാഫി വഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളെടുത്ത ഒരു തീരുമാനവും നടപ്പിലായിട്ടില്ലല്ലോ സത്താർ സാഹിബ്. നിങ്ങളുടെ തന്നെ SYS-ൻ്റെ പ്രസിഡന്റായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മുഷാവറ തള്ളിപ്പറഞ്ഞ CIC-യുടെയും പ്രസിഡന്റ് തന്നെയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അദ്ദേഹത്തെയും നിങ്ങൾ പുറത്താക്കിയെന്ന് തള്ളിപ്പറയുന്ന ഹക്കീം ഫൈസി ആദർശേരിയെയും സ്വന്തം സ്ഥാപനത്തിലെ സമ്മേളനങ്ങൾക്ക് വിളിപ്പിച്ച് സൽക്കരിച്ചത്, അവർക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയത് CIC-ക്കെതിരെ തീരുമാനമെടുത്ത അതേ മുഷാവറയിലെ അംഗം തന്നെയല്ലേ സത്താർ സാഹിബ്? CIC-ക്കെതിരെ സമസ്തയെടുത്ത തീരുമാനങ്ങളെ തള്ളിപ്പറയുന്നത് പോലും ഇതേ പ്രസിഡന്റ് തന്നെയാണ്. എന്നാലും കണ്ണു പൂട്ടിപ്പിടിച്ച് താങ്കൾ ഉറക്കെ വിളിച്ചു പറയണം സമസ്തയ്ക്ക് തെറ്റിയിട്ടില്ല, തീരുമാനങ്ങളിലൊന്നും ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്ന്. ആദർശം ഉറക്കെ പറയാൻ തുടങ്ങി എന്ന് പറയുമ്പോഴും അമ്മിച്ചുവട്ടിലെ വാല് വലിച്ചൂരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സത്താർ സാഹിബ്. ഒന്നുകൂടെ താങ്കൾ ഉറക്കെ പറയണം സമസ്തയ്ക്ക് പിഴച്ചിട്ടില്ല, തീരുമാനങ്ങളിൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്ന്. മുഷാവറ അംഗങ്ങളും കീഴ്ഘടകങ്ങളുടെ നേതാക്കളും ഉൾപ്പെടെ ഒരു വലിയ പട തന്നെ മറ്റൊരു സമസ്തയ്ക്ക് രൂപം കൊടുക്കുന്ന തത്രപ്പാടിലാണ്.
തറവാട്ടുകാർക്ക് വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന തിരക്കിലാണ്. ഒന്നുകൂടെ പറയണം സത്താർ സാഹിബെ, സമസ്തക്ക് പിഴച്ചിട്ടില്ല എന്ന്. ഖാദി പദവിയുടെ ഇസ്ലാമിക വീക്ഷണവും ക്രിസ്മസ് കേക്കിൻ്റെ മതവിധിയും പറഞ്ഞതിൻ്റെ പേരിൽ മാപ്പ് പറയാൻ പോയവർ തന്നെ പറയണം സമസ്തക്ക് പിഴച്ചിട്ടില്ല എന്ന്. ചുരുക്കത്തിൽ 89 വഹാബി ലീഗുമായി സഹകരിച്ചു പോകാൻ നിങ്ങളെടുത്ത തീരുമാനം മുതൽ പിഴവുകളുടെ ഘോഷയാത്രയായിരുന്നു സത്താർ സാഹിബെ. നീട്ടുന്നില്ല. മൂട്ടിൽ തീപിടിച്ചു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ആദർശം ഉറക്കെ പറയണമെന്ന് തോന്നിയത്. പാളയത്തിൽ പട തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർക്കെതിരെ പട നയിക്കാൻ നിങ്ങൾ മറന്നുപോയത്. നേരെ പോകുന്നെങ്കിൽ നേരെ, ഇല്ലെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.